നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അകാല നരയും മുടി കൊഴിച്ചിലും താരനുമെല്ലാം ഇന്ന് എല്ലാവരെയും ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അകാല നരയൊക്കെ കണ്ടുവരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ താരനോ മുടി കൊഴിച്ചിലോ ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഹെയർ ഡൈയും പലതരത്തിലുള്ള എണ്ണകളുമൊക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. ഇത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യാറുള്ളത്. എന്നാൽ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന നാച്ചുറലായിട്ടുള്ള എണ്ണകളും ഹോം റെമഡീസുമൊക്കെ നമ്മുടെ മുടിയുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് സഹായിക്കുകയും മുടി നന്നായി വളരാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഹോം റെമഡിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ, തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ഒരു ഹോം റെമഡി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മുടെ മുടിയുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് സഹായിക്കും. ഇന്നത് എന്നൊന്നുമില്ല. ഒന്നാമതായിട്ട് അകാല നര, പിന്നെ താരൻ, മുടി കൊഴിച്ചിൽ, ഇതൊക്കെ മാറ്റി മുടി നന്നായി വളരാനായിട്ട് സഹായിക്കുന്ന ഒരു റെമഡിയാണ് നമ്മൾ കാണിക്കുന്നത്. ഈ ഒരു റെമഡി തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഒരു വലിയ തണ്ട് കറ്റാർവാഴയാണ്. കറ്റാർവാഴ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കറ്റാർവാഴയുടെ ഈ ഒരു മഞ്ഞക്കറ മാറിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് നമ്മുടെ സ്കിന്നിലൊക്കെ പറ്റിയാൽ അലർജി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതെല്ലാം മാറിയതിന് ശേഷം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് ഇതിൻ്റെ സൈഡിലുള്ള ഈ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയും വേണം. കറ്റാർവാഴയിലുള്ള ഈ ജെല്ലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിന് നമ്മൾ ഈ രണ്ട് സൈഡിലുമുള്ള മുള്ള് കളഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ ഇതിലുള്ള ജെല്ല് മാറ്റിയെടുക്കണം. ആയുർവേദത്തിൽ തലമുടിയുടെ സംരക്ഷണത്തിന് വർഷങ്ങളായി നിർദ്ദേശിക്കപ്പെടുന്ന ഒരു ഫലപ്രദമായ കൂട്ടാണ് നമ്മളിതിലൂടെ കാണിക്കുന്നത്. കറ്റാർവാഴയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടിയോലിറ്റിക് എൻസൈമുകൾ തലയോട്ടിയിലെ കേടായ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇത് മുടിയുടെ വേരുകളെ ഉത്തേജിപ്പിക്കുകയും മുടി വളർച്ച വേഗത്തിൽ നടക്കാൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ കറ്റാർവാഴയ്ക്ക് ആൻറ്റി ഫംഗൽ, ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളുണ്ട്. തലയോട്ടിയിലെ വരൾച്ച മാറ്റാനും താരന് കാരണമാകുന്ന ഫംഗസിനെ നശിപ്പിക്കാനും ഇത് വളരെ ഫലപ്രദമാണ്. മാത്രമല്ല, മുടിക്ക് ആവശ്യമായ ഈർപ്പവും തിളക്കവും നൽകാൻ കറ്റാർവാഴയ്ക്ക് കഴിയും. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും ധാതുക്കളും മുടിയെ മൃദുവാക്കുകയും മുടി ജട പിടിക്കുന്നതും പൊട്ടിപ്പോകുന്നതുമൊക്കെ തടയുകയും ചെയ്യും. കെമിക്കൽ അടങ്ങിയ കണ്ടീഷണറുകൾക്ക് പകരം ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഉപായമാണ് കറ്റാർവാഴ ജെൽ. ഇപ്പോൾ നമ്മൾ കറ്റാർവാഴയുടെ ജെല്ല് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് പ്രത്യേകിച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിതിൻ്റെ മഞ്ഞ കളറിലുള്ള ദ്രാവകം മുഴുവനായിട്ട് കളഞ്ഞെങ്കിൽ ഈ ജെല്ല് പ്രത്യേകം കഴുകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയാണ്. ഒരു 5-6 തണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ തന്നെ കഴുകി ഒരു വൃത്തിയുള്ള തുണിയിൽ തുടച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളമയം ഉണ്ടാവാൻ പാടില്ല. അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. കറിവേപ്പില കൊണ്ടുള്ള ഒരു എണ്ണയുടെ വീഡിയോ ഞാൻ മുൻപിട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കറിവേപ്പിലയുടെ കൂടെ 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് വേണം നല്ലപോലെ പൊടിച്ചെടുക്കാൻ. ഇത്രയാണ് നമുക്ക് പൊടിച്ചെടുത്തപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. എത്ര വേണമെങ്കിലും കറിവേപ്പിലയും ഉലുവയും ഒക്കെ എടുക്കാവുന്നതാണ്. പൊടിച്ചെടുത്ത ഉലുവയും കറിവേപ്പിലയും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ മുൻപ് മാറ്റി വെച്ചിരുന്ന കറ്റാർവാഴയുടെ ജെല്ലുണ്ടല്ലോ, അത് ഇതിലൊന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. കറ്റാർവാഴ അരച്ചെടുക്കുന്നതിന് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ധാരാളം ജലാംശമുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ചെമ്പരത്തിപ്പൂ ഉണ്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതുകൂടെ നമ്മൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. കറ്റാർവാഴയും കറിവേപ്പിലയും പോലെ തന്നെ മുടിയുടെ സംരക്ഷണത്തിന് മലയാളികൾ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ചെമ്പരത്തി. ചെമ്പരത്തി പൂവും അതിൻ്റെ ഇലയും ഒക്കെ മുടിക്ക് നൽകുന്ന ഗുണങ്ങൾ വളരെ വലുതാണ്. ആയുർവേദത്തിൽ മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ച ഔഷധ സസ്യങ്ങളിൽ ഒന്നായാണ് ചെമ്പരത്തിയെ കണക്കാക്കുന്നത്. മുടി വളർച്ച വേഗത്തിലാക്കാനും പ്രകൃതിദത്ത ഷാമ്പുവായും കണ്ടീഷണറായും അകാല നര തടയാനും മുടി കൊഴിച്ചിലും കഷണ്ടിയും ഒക്കെ മാറ്റാനും ചെമ്പരത്തിപ്പൂ വളരെയധികം സഹായിക്കും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ്. അല്ലെങ്കിൽ അടികട്ടിയുള്ള ഏതെങ്കിലും സ്റ്റീൽ പാത്രം ആയാലും മതി. ഇരുമ്പ് ചട്ടി നമുക്ക് അടുപ്പ് കത്തിച്ച് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 100 മില്ലി വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കുരുമുളകിന് മികച്ച ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. താരന് കാരണമാകുന്ന ഫംഗസുകളെ നശിപ്പിക്കാനും തലയോട്ടിയിലെ ചൊറിച്ചിലൊക്കെ മാറ്റാനും ഇത് സഹായിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി തലയോട്ടിയിലെ മൃതകോശങ്ങളെയൊക്കെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത്.
ഇതിലടങ്ങിയിരിക്കുന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അകാലനരയ്ക്ക് കാരണമാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കുകയും മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. എണ്ണ ചെറിയ രീതിയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് മുൻപ് അരച്ചു വെച്ചിരുന്ന കറ്റാർ വാഴയും ചെമ്പരത്തിപ്പൂവും കൂടെയുള്ള ആ മിശ്രിതം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തത് കൊണ്ട് തന്നെ എണ്ണ ചൂടാകുന്നതിനനുസരിച്ച് ഈ ഒരു മിശ്രിതവും പെട്ടെന്ന് ചൂടായി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത്. ചെറിയ രീതിയിലാണ് നരയുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓയിൽ നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക. നര കൂടുതൽ പടരാതിരിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു എണ്ണയാണിത്. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് എണ്ണ പൊട്ടാനും തുടങ്ങും. കറ്റാർ വാഴയിലുള്ള ജലാംശമാണ് ഇതിന് കാരണം. ഈ ജലാംശമെല്ലാം പൂർണ്ണമായും ഇല്ലാതാകുമ്പോഴാണ് എണ്ണ പാകമാകുന്നത്. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമായിട്ട് തീയുടെ ചൂടെത്തുകയും ആ ഭാഗത്തുള്ള എണ്ണയോ അല്ലെങ്കിൽ കറ്റാർ വാഴയുടെ പാർട്ടിക്കിൾസോ ഒക്കെ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇപ്പോൾ ചെറിയ രീതിയിൽ ഈ പൊട്ടലൊന്ന് ശമിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മുൻപ് തയ്യാറാക്കി വെച്ചിരുന്ന കറിവേപ്പിലയുടെയും ഉലുവയുടെയും കൂടെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയിൽ ജലാംശം കുറവായതുകൊണ്ട് തന്നെ നേരത്തെ ചേർത്ത് കൊടുക്കരുത്. പെട്ടെന്ന് തന്നെ ഈ പൗഡർ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ കറ്റാർ വാഴയിലെ ജലാംശമൊക്കെ ഒന്ന് പൊട്ടിത്തീർന്നതിന് ശേഷം കറിവേപ്പിലയുടെ ഉലുവയുടെയും കൂടെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഏകദേശം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കറിവേപ്പിലയിലും കുറച്ച് ജലാംശമുള്ളതുകൊണ്ട് അതും പൊട്ടിത്തീർന്നതിന് ശേഷം അല്ലെങ്കിൽ ആ ജലാംശമെല്ലാം പോയതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ എണ്ണ പാകമാകുന്നത്. ഈ എണ്ണ പാകമായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻപ് റെഡിയാക്കി വെച്ചിരുന്നതിൽ കുറച്ച് കറിവേപ്പില മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ എണ്ണയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും എണ്ണ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എണ്ണ പാകമാകുന്ന സമയം ഈ കറിവേപ്പിലയും നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോഴേക്കും നമുക്ക് തീയും ഓഫ് ചെയ്യാവുന്നതാണ്. പലർക്കും പറ്റുന്ന ഒരു തെറ്റാണിത്. ഇതുപോലെ എണ്ണയൊക്കെ കാച്ചിയെടുക്കുമ്പോൾ കറക്റ്റ് എണ്ണയുടെ പാകം അറിഞ്ഞു വേണം നമ്മൾ കാച്ചിയെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ എണ്ണ കൂടുതലും മൂത്ത് പോവുകയോ അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്തതുകൊണ്ട് യാതൊരു ഗുണവും ലഭിക്കുകയില്ല. ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഈ എണ്ണയുടെ പൊട്ടലൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയും നല്ല രീതിയിൽ കുറഞ്ഞു വരുമ്പോഴായിരിക്കണം നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത്. മാത്രമല്ല കറിവേപ്പില നല്ലപോലെ ക്രിസ്പിയായി കിട്ടുകയും വേണം. തീ ഒട്ടും തന്നെ കൂട്ടി വയ്ക്കരുത്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം എണ്ണ കാച്ചിയെടുക്കാനായിട്ട്. ഇപ്പം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ സമയത്ത് മുൻപുള്ളതിലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഈ എണ്ണയുടെ പൊട്ടലൊക്കെ. ഇനി നമുക്ക് കറിവേപ്പില നല്ല ക്രിസ്പി ആയിട്ടുണ്ടോ എന്ന് നോക്കാവുന്നതാണ്. ഇതിലുള്ള ഒരു കറിവേപ്പില എടുത്ത് ചെറുതായിട്ടൊന്ന് ചൂട് മാറിയതിന് ശേഷം നമ്മുടെ കയ്യിലൊന്ന് വെച്ച് പൊടിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും കറിവേപ്പില ക്രിസ്പി ആയിട്ടുണ്ടോ എന്ന്. ഈ കറിവേപ്പില നല്ലപോലെ ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. അതിനർത്ഥം നമ്മുടെ എണ്ണയും പാകമായി എന്നാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും. ഇനി അധികം നേരം വെച്ചാൽ എണ്ണയിൽ പുക കയറുകയും എണ്ണ മൂത്ത് പോവുകയോ അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയോ ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഈ എണ്ണ മാറ്റി കൊടുക്കാം. ചൂടോടുകൂടി തന്നെ എണ്ണ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലിരുന്ന് ചൂടുകൊണ്ട് എണ്ണ കൂടുതൽ കരിഞ്ഞോ അല്ലെങ്കിൽ മൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. പിന്നീട് നല്ലപോലെ തന്നെ എണ്ണയുടെ ചൂടാറിയതിന് ശേഷം എണ്ണ അരിച്ച് മാറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ എണ്ണയുടെ ചൂടൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ കുപ്പിയിലേക്കോ ഒക്കെ എണ്ണ അരിച്ച് മാറ്റിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പാത്രത്തിലേക്കാണ് എണ്ണ അരിച്ച് മാറ്റുന്നത്. അതിനായിട്ട് അരിപ്പയോ അല്ലെങ്കിൽ ഇതുപോലെ നല്ല വൃത്തിയുള്ള ഒരു തുണിയോ എടുക്കാവുന്നതാണ്. അരിപ്പയാണ് എടുക്കുന്നതെങ്കിൽ 2 തവണ അരിക്കേണ്ടി വരും. തുണിയാണെങ്കിൽ ഒറ്റ തവണ മാത്രം നമ്മൾ അരിച്ചെടുത്താൽ മതി. ഇതിനു മുൻപ് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള കറിവേപ്പില കൊണ്ടുള്ള എണ്ണയ്ക്കും നല്ല വ്യൂസും നല്ല കമൻസും ഒക്കെ വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് പോയി കണ്ടു നോക്കൂ. അതും വളരെയധികം ഗുണകരമായിട്ടുള്ളൊരു എണ്ണയാണ്. നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്ന പലതരത്തിലുള്ള എണ്ണകളുണ്ട്. അതൊന്നും നമുക്കറിയില്ല എന്തൊക്കെയാണ് അതിൽ ചേർത്തിരിക്കുന്നതെന്ന് ഒന്നും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ കുറച്ച് മാത്രം എണ്ണയാണെങ്കിലും വീട്ടിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കും നമ്മുടെ കുട്ടികൾക്കുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്.
ഇപ്പോൾ ദാ എണ്ണ നല്ലപോലെ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. എണ്ണയുടെ കളർ കണ്ടോ, നല്ല ഗ്രീൻ കളറിലാണ് നമ്മുടെ എണ്ണ കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഈ എണ്ണ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കറിവേപ്പില, ഉലുവ, കറ്റാർവാഴ, ചെമ്പരത്തിപ്പൂവ് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണം തരുന്നതും അകാല നരയെ ചെറുക്കാനും താരൻ മാറ്റാനും മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കൊടുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഈ എണ്ണ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൊന്ന് അറിയിക്കണേ. ചെറിയ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കാരണം നമ്മളിതിൽ കുരുമുളക് ചേർത്തിരിക്കുന്നത് ചിലർക്കൊക്കെ അലർജി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഇത് നമുക്ക് സ്കിന്നിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുരുമുളക് ചേർക്കാതിരിക്കുക. ഈ എണ്ണ സ്കിന്നിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളവർക്ക് കുരുമുളക് ഇല്ലാതെ കറ്റാർവാഴയും ചെമ്പരത്തിപ്പൂവും കറിവേപ്പിലയും കൂടെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് ഇതുപോലെ കാച്ചിയെടുത്താൽ മതി. നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല തിളക്കം കിട്ടാനായിട്ട് വളരെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പലതരത്തിലുള്ള ഹെയർ ഡൈയും ഹെയർ ഓയിലും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. വീണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.